കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് തുടങ്ങിയായിരുന്നു. അതിനകത്ത് ആദ്യം അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരാൾ ഡൗട്ട് ചോദിച്ചിരുന്നു, ഈ ലാംഗ്വേജ് ഈക്വൽ ടു എന്ന് കൊടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു. HTML ടാഗിനകത്ത് അത് കൊടുക്കുന്ന ശരിക്കും നമ്മുടെ ഈ കോണ്ടെക്സ്റ്റിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ കോപ്പി അടിച്ചതുകൊണ്ട് നിങ്ങൾ അസൈൻമെൻ്റ് ഒക്കെ എഴുതുമ്പോൾ കോപ്പി അടിക്കുന്ന പോലെ അതിലുള്ള എല്ലാ അതേപടി കോപ്പി അടിച്ച് ഇപ്പുറത്ത് എഴുതൂല്ലേ, അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പുറത്ത് വന്നേ ഉള്ളൂ. എന്തായാലും വന്ന സ്ഥിതിക്ക് അത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലാംഗ്വേജ് ഈക്വൽ ടു എന്ന് കൊടുത്താൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതായത് ഇതിനകത്ത് എഴുതിയേക്കുന്ന ടെക്സ്റ്റ്, ഇതുപോലെ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ഇല്ലേ, ഇതെല്ലാം ഇംഗ്ലീഷ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആൾക്കാർ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലുള്ള ഡീറ്റെയിൽസ് വരണ്ടേ. അപ്പോൾ ഇംഗ്ലീഷ് ആണെന്ന് നമ്മളെ ഇതിൽ എഴുതിയേക്കുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അപ്പോൾ ഏത് ലാംഗ്വേജ് ആണെന്ന് മനസ്സിലാക്കിയാൽ സെർച്ച് കുറച്ചുകൂടെ ഒപ്റ്റിമൈസ്ഡാക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അതാണ് ഒരു ഉദ്ദേശം. രണ്ടാമത്തെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഇൻ്റർപ്രറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇപ്പോൾ ഈ കണ്ണ് കാണാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ സൈറ്റിൻ്റെ കണ്ടന്റ് വായിച്ചു കൊടുക്കുന്ന സോഫ്റ്റ്വെയറുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറിന് ഇതിൻ്റെ HTML എഴുതിയേക്കുന്ന ലാംഗ്വേജ് ഏതാണ്. ഇപ്പോൾ ഫ്രഞ്ച് ആണെങ്കിലും അത് ഇംഗ്ലീഷിലല്ലേ എഴുതുന്നത്. അപ്പോൾ ഫ്രഞ്ച് ആണോ ഇംഗ്ലീഷ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ കറക്റ്റ് ആവും. അങ്ങനത്തെ കേസിലാണ് ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. ഇത് HTML മാത്രമല്ല ഏത് എലമെൻറ്റിന് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ഒരു പാരഗ്രാഫ് ഫ്രഞ്ച് കൊടുക്കുകയാണെങ്കിൽ അതിന് മാത്രം ലാംഗ്വേജ് ഈക്വൽ ടു FR അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. നിങ്ങളുടെ കോണ്ടെക്സ്റ്റിൽ ഈ ലാംഗ്വേജ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ ലാംഗ്വേജ് നിങ്ങളങ്ങ് എടുത്ത് കളഞ്ഞോളുക. എന്തായാലും അതറിഞ്ഞിരിക്കുക, അതിൻ്റെ ഉദ്ദേശം അതാണ്. അപ്പോൾ അടുത്ത നമ്മുടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഇത് ഇവിടെ ഇപ്പോൾ ഞാൻ x = 10 കൊടുത്തിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. PHP ടാഗിനകത്താണ് കോഡ് എഴുതുന്നത്. ഇനി x = 20 എന്ന് കൊടുത്തിട്ടുണ്ട്. $x + 30 കൊടുത്തിട്ടുണ്ട്. ഈ പ്ലസ് ഈക്വൽ ടു എന്ന് പറയുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. അതിന് ആഡ് ആൻഡ് അസൈൻ എന്നാണ് അതിൻ്റെ പേര്. ആഡ് ആൻഡ് അസൈൻ, അതായത് ഇത് എസെൻഷ്യലി എന്ന് പറഞ്ഞാൽ ഈ എഴുതിയേക്കുന്ന സാധനം $x = $x + 30 എന്ന് എഴുതിയേക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ടുള്ളതാണ്. നിങ്ങൾ സിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഈ ഓപ്പറേറ്റർ. ആഡ് ചെയ്ത് അസൈൻ ചെയ്യുക. x = x+ എന്ന് കൊടുത്താൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്. അതാണ് ആഡ് ആൻഡ് അസൈൻ. അതുപോലെ റിസൾട്ട് ഓഫ് സബ്ട്രാക്ട് ആൻഡ് അസൈൻ ഉണ്ട്. ഇതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും സബ്ട്രാക്ട് ആൻഡ് അസൈൻ x = x - 20 എന്നുള്ളതാണ്. ഇത് കമ്പൈൽ ചെയ്യുമ്പോൾ എസെൻഷ്യലി x = x - 20 എന്ന് എഴുതിയാലും x - = 20 എന്ന് എഴുതിയാലും രണ്ടും ഒന്ന് തന്നെയാണ്. നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതായത് വേരിയബിളിൻ്റെ പേര് ഇവിടെ ഒരു തവണ ടൈപ്പ് ചെയ്താൽ മതിയല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റിസൾട്ട് ഇത് സബ്ട്രാക്ട് ആൻഡ് അസൈൻ ഓപ്പറേറ്ററാണ്. അതുപോലെ മൾട്ടിപ്ലൈ തന്നെയാണ്. x = x × 25 എന്നാണ് ഇത് എഴുതുന്നത്. x = x/10 എന്നാണ് ഈ എഴുതിയേക്കുന്നത്. അതുപോലെ മോഡുലസ് ഓപ്പറേറ്ററിൻ്റെ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ് മോഡുലസ് അസൈൻ. ഇത് മോഡുലസ് ഓപ്പറേറ്റർ നിങ്ങൾക്ക് പലർക്കും ചോദിക്കുമ്പോൾ അത് പറയാതിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ക്ലാസ് എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പെർസെൻറ്റേജ് സിമ്പിൾ അല്ലെ മോഡുലസ് സിമ്പിൾ ഇട്ടാൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ്. x 100നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടും എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പോൾ പെർസെൻറ്റേജ് = 15 എന്ന് കൊടുക്കുക. ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പേജിൽ പോവുക. വെറുതെ ഇങ്ങനെ ലോക്കൽ ഹോസ്റ്റ് എന്ന് കൊടുത്താൽ നമ്മൾ HTML ഫോൾഡറിൽ ഇട്ടേക്കുന്ന എല്ലാ ഫയൽസും നമുക്ക് കാണാൻ പറ്റും. വെറുതെ ലോക്കൽ ഹോസ്റ്റ് എന്ന് ഇട്ടാൽ നമ്മൾ ഈ ഫോൾഡറിനകത്ത് HTML എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് കിടക്കുന്ന എല്ലാ ഇതിൻ്റെയും പേര് ഇവിടെ കാണിക്കും. എന്ന് പറഞ്ഞാൽ സെർവറിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന PHP ഫയൽസ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അതിനകത്ത് നമ്മളിപ്പം നോക്കിയത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. അതായത് റിസൾട്ട് ഓഫ് ആഡ് ആൻഡ് അസൈൻ ഈസ് 50, റിസൾട്ട് ഓഫ് സബ്ട്രാക്ട് ആൻഡ് അസൈൻ ഈസ് 30, റിസൾട്ട് ഓഫ് മൾട്ടിപ്ലൈ ആൻഡ് അസൈൻ ഈസ് 125, റിസൾട്ട് ഓഫ് ഡിവിഷൻ ഈസ് 5, റിസൾട്ട് ഓഫ് മോഡുലസ് ഈസ് 10. അതാണ് ഇപ്പം ഈ കണ്ട എൻ്റെ റിസൾട്ടുകളാണ്. ഓരോ റിസൾട്ടും വന്നു. 100നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 90 വരെ പോകും. 90 കഴിഞ്ഞുള്ള 10 റിമൈൻഡറായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇത് കിട്ടിയേക്കുന്നത്. അപ്പോൾ എല്ലാ വാല്യൂവും നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. എക്സിന് ഓരോ സമയത്ത് ഓരോ വാല്യൂ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. വെറുതെ ഏത് വേരിയബിൾ ആണെന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട, ഏത് ടൈപ്പാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട. വേരിയബിളിൻ്റെ പേരിടുക. വേരിയബിളിൻ്റെ പേര് = വാല്യൂ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അടുത്ത കമ്പാരിസൺ ഓപ്പറേറ്റർ.
ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കമ്പാരിസൺ ഓപ്പറേറ്റർ ചെയ്യുന്നത് x20 കൊടുത്തിട്ടുണ്ട്, ഇവിടെ y = 35 കൊടുത്തിട്ടുണ്ട്, z = 25 കോഡ്സിൽ കൊടുത്തിട്ടുണ്ട്. കോഡ്സിൽ കൊടുത്താൽ നിങ്ങൾക്കെല്ലാം അറിയാം, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണെങ്കിലും കോഡ്സിൽ കൊടുത്താൽ എന്താണ്, കോഡ്സിൽ കൊടുത്താൽ സ്ട്രിങ് ആണ്, ചുമ്മാ കൊടുത്താൽ നമ്പർ കൊടുത്താൽ ഇൻറ്റിജർ ആണ്. ഇത് ഈ നമ്പറാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ പോലും ഈ കോഡ്സ് ഇവിടെ കിടക്കുന്നതുകൊണ്ട് അത് സ്ട്രിങ് ആയിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ വാർഡംപ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഫംഗ്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. വാർഡംപിനകത്ത് കൊടുത്തേക്കുന്ന ആർഗ്യുമെന്റിന്റെ റിസൾട്ടും അതിന്റെ ടൈപ്പും വാർഡംപ് പ്രിന്റ് ചെയ്യും. അറിയാമല്ലോ, വാർഡംപ് അരേ കൊടുത്തിട്ടുണ്ടെങ്കിൽ അരയാണെന്നും അരയുടെ എലമെന്റ്സും പ്രിന്റ് ചെയ്യും. ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റിജർ ആണെന്നും ആ ഇൻറ്റിജറിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. ഈ കേസിൽ ഇതിനകത്ത് കൊടുത്തേക്കുന്നതിന്റെ റിസൾട്ട് എന്തായിരിക്കും, ഒരു ബൂളിയൻ ആയിരിക്കും അല്ലേ. $(x) = $(z) എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഈ കേസിൽ x 25 ആണ്, z 25 ആണ്. റിസൾട്ട് നമുക്ക് കണ്ടു നോക്കാം. 7 ബൂളിയൻ ട്രൂ ആണ്. ആദ്യത്തെ വാല്യൂ, ആദ്യം പ്രിന്റ് ചെയ്തേക്കുന്ന വാല്യൂ ട്രൂ ആണ്. വാർഡംപ് കൊടുത്തേക്കുന്നതാണ്. ഇതിനകത്ത് ആദ്യത്തെ പുറത്തേക്ക് വാല്യൂ പ്രിന്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ഇതാണ് വാർഡംപ്. $(x) = $(z) എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂയും ഇസഡിന്റെ വാല്യൂയും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് ട്രൂ ആണെന്നും ആ കിട്ടിയ റിസൾട്ടിന്റെ ടൈപ്പ് ബൂളിയൻ ആണെന്നുമാണ് വാർഡംപ് പ്രിന്റ് ചെയ്യുന്നത്. അല്ല വെറുതെ ഇവിടെ എക്കോ കൊടുത്താലും മതി. ഇതിന് പകരം ഇവിടെ എക്കോ കൊടുക്കാം. എക്കോ കൊടുത്തിട്ട് പേജ് ലോഡ് ചെയ്യുക. ഉണ്ടോ, 1 എന്ന് പ്രിന്റ് ചെയ്തു. ട്രൂവിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് 1. 1 എന്ന് പറഞ്ഞാൽ ട്രൂ, 0 എന്ന് പറഞ്ഞാൽ ഫോൾസ് ആണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അതിന് പകരം റിസൾട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കൊടുക്കുന്നേ ഉള്ളൂ, വാർഡംപ് എന്ന് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുന്ന എന്താണ്, ഇത് സത്യം പറഞ്ഞാൽ ഒരു ഇൻറ്റിജർ ആണ്, ഇത് ഒരു സ്ട്രിങ്ങും ആണ്. പക്ഷെ രണ്ടിൻ്റെയും വാല്യൂ ഒന്നാണ്. വാല്യൂ മാത്രമേ രണ്ട് ഈക്വൽ ഇട്ടാൽ കമ്പയർ ചെയ്യുള്ളൂ. ഇനി വാല്യൂ മാത്രം പോലെ ടൈപ്പും തമ്മിൽ കമ്പയർ ചെയ്യണം. അതായത് ഈ എക്സിൻ്റെ ടൈപ്പ് ഇസഡിൻ്റെ ടൈപ്പ്, ഇതൊരു ഇൻറ്റിജറും ഇതൊരു സ്ട്രിങ്ങും ആണ്. എന്നിട്ടും അത് ട്രൂ ആണ് പ്രിന്റ് ചെയ്തത്, അല്ലെങ്കിൽ ഈ രണ്ട് വാല്യൂ ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. ഇനി അത് പോരാ, ടൈപ്പും ഈക്വൽ ആണെങ്കിൽ മാത്രമേ പ്രിന്റ് ചെയ്യാവുള്ളെങ്കിൽ നമുക്ക് 3 ഈക്വൽ ടു സിമ്പിൾ ഇടണം. അപ്പോൾ ഇതാണ് അടുത്ത കമ്പാരിസൺ ഓപ്പറേറ്ററിൽ അടുത്ത് വരുന്നത്. ഡബിൾ ഈക്വൽ, ഈക്വൽ എന്നുള്ളതാണ്. ഡബിൾ ഈക്വൽ എന്ന് പറയില്ല, ഈക്വൽ എന്നാണ് അതിൻ്റെ പേര്. അടുത്ത കമ്പാരിസൺ ഓപ്പറേറ്ററിന്റെ പേരാണ് ഐഡന്റിക്കൽ. ഐഡന്റിക്കൽ എന്ന് പറഞ്ഞാൽ 3 ഈക്വൽ ടു ഇടണം. അപ്പോൾ ഇത് നോട്ടായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിനകത്ത് ഫസ്റ്റ് ഈക്വൽ, സെക്കൻഡ് ഐഡന്റിക്കൽ, തേർഡ് നോട്ട് ഈക്വൽ, ഫോർത്ത് നോട്ട് ഐഡന്റിക്കൽ. ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്, നോക്കാം. അപ്പോൾ ഇതാണ് ഇത്. ഈ കേസിൽ എക്സ് ഇസഡും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. ഇതിൻ്റെ ടൈപ്പും കൂടെ നോക്കുന്നതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, രണ്ടാമത്തെ റിസൾട്ട് ഫോൾസ് ആയിരിക്കും. അതാണെങ്കിൽ വാർഡംപ് ആണെങ്കിൽ നമുക്കിവിടെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പാടില്ല. എക്കോ കഴിഞ്ഞ് ബ്രാക്കറ്റ് ഇടാം, അല്ലെങ്കിൽ കോട്ട്സ് ഇടാം. സെമിക്കോളൻ ഇടാൻ മറക്കരുത്. സെമിക്കോളൻ ഇട്ടാൽ പേജ് ലോഡ് ഇടാൻ മറന്നുപോയാൽ പേജ് ലോഡാവില്ല. റിസൾട്ട് ഓഫ് ഐഡന്റിക്കൽ ഓപ്പറേഷൻ ഈസ് എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് വാല്യൂ എന്താണെന്ന് നോക്കാം. റിസൾട്ട് ഓഫ് ഐഡന്റിക്കൽ ഓപ്പറേഷൻ ഈസ് ബൂളിയൻ ഫോൾസ്. ബൂളിയൻ ഫോൾസ് പറഞ്ഞാൽ ഈസ് കഴിഞ്ഞിട്ട് അടുത്തത് ഈ വാർഡംപാണ്. അപ്പോൾ വാർഡമ്പിൻ്റെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുന്നത്. വാർഡംപ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്, ഇതിനകത്ത് കൊടുത്തേക്കുന്ന ആർഗ്യുമെന്റിന്റെ ടൈപ്പ് ഏതാണെന്നും അതിന്റെ വാല്യൂ ഏതാണെന്നും പ്രിന്റ് ചെയ്യും. അപ്പം ഇത് തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ റിസൾട്ട് ഫോൾസ് ആണ്. കാരണം രണ്ടിൻ്റെയും വാല്യൂ 25 ആണെങ്കിൽ പോലും രണ്ടിൻ്റെയും ഡാറ്റ ടൈപ്പ് 2 അതുകൊണ്ടാണ് ഫോൾസ് വന്നത്. ഫോൾസ് ബൂളിയൻ ആണെന്നാണ് പ്രിന്റ് ചെയ്തേക്കുന്നത്. ഇനി നോട്ട് ഈക്വൽ ഓപ്പറേറ്റർ. നോട്ട് ഈക്വൽ ഓപ്പറേറ്റർ നമ്മൾ സീലൊക്കെ കണ്ടിട്ടുള്ള പോലെ തന്നെ നോട്ട് കഴിഞ്ഞിട്ട് ഒരു നോട്ട് സിമ്പിൾ എക്സ്ക്ലമേഷൻ മാർക്ക് കഴിഞ്ഞിട്ട് ഒരു ഈക്വൽ കൊടുക്കുക. അതുപോലെ നോട്ട് ഈക്വൽ എക്സും വൈയും നോട്ട് ഈക്വൽ ആണ് 25. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. അടുത്ത വരുന്ന സ്റ്റേറ്റ്മെന്റിന്റെ വാല്യൂ നോട്ട് ഈക്വൽ ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ചെയ്യാം. നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. നോട്ട് ഈക്വൽ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇടാം. നോട്ട് ഈക്വൽ ബൂളിയൻ ട്രൂ ആണ്. കാരണം എന്താണ്, എക്സും വൈയും തമ്മിലാണ് കമ്പയർ ചെയ്തേക്കുന്നത്. എക്സിന്റെ വാല്യൂ 25 വൈയുടെ വാല്യൂ 35 ആണ്. 25 നോട്ട് ഈക്വൽ ടു 35 എന്നുള്ളത് ട്രൂ ആണ്. അതുകൊണ്ടാണ് ട്രൂ എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്തത്.
ഇനി നോട്ട് ഐഡന്റിക്കൽ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ തന്നെ കൊടുക്കാം. എക്കോ എന്ന് പറഞ്ഞാൽ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. റിസൾട്ട് ഓഫ് നോട്ട് ഐഡന്റിക്കൽ ഓപ്പറേഷൻ ഈസ് എക്സും ഇസഡും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. എക്സും ഇസഡും രണ്ടിൻ്റെ വാല്യൂ 25ആണ്, പക്ഷെ ടൈപ്പ് 2ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? The result of not identical operation is true ആണ്. ട്രൂ. രണ്ടും ഈക്വൽ അല്ലല്ലോ, നോട്ട് ഈക്വൽ അല്ലേ? നോട്ട് ഈക്വൽ എന്നുള്ളത് ശരിയാണ്. അത് എന്താ പറയുക, രണ്ടും ഈക്വൽ അല്ല. എന്തുകൊണ്ടാണ് ഈക്വൽ അല്ലാത്ത? കാരണം രണ്ടിൻ്റെയും ടൈപ്പ് 2ആണ്, അതുകൊണ്ട് നോട്ട് ഈക്വൽ. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ്? ട്രൂ ആണ്. അപ്പോൾ ഇത്രയാണ് കമ്പാരിസൺ ഓപ്പറേഷൻ. 4 കമ്പാരിസൺ. ഇനി ലെസർ ദാൻ അതും ഉണ്ട്. എക്സ് ലെസർ ദാൻ വൈ, ഗ്രേറ്റർ ദാൻ വൈ, ലെസർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എല്ലാം ഉണ്ട്. അത് നിങ്ങൾ നോക്കുക. എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണോ, ഇതാണോ? എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ വൈ, ഇത് ട്രൂ ആണ് വരുന്നതെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യും, ഇത് ഫോൾസ് ആണെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യും. അപ്പോൾ ഗ്രേറ്റർ ദാൻ കമ്പാരിസൺ ഓപ്പറേഷനിൽ ആദ്യം 3 വരുന്നത് ഈക്വൽ, ഐഡന്റിക്കൽ, നോട്ട് ഈക്വൽ, നോട്ട് ഐഡന്റിക്കൽ, പിന്നെ ലെസർ ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസർ ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അത്രയും കാര്യങ്ങൾ വരും. എല്ലാം ചെയ്ത് നോക്കാം. അടുത്തത് ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേഷൻ. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എക്സ് ഇസ് ഈക്വൽ ടു 10 കൊടുത്തു, $x കൊടുത്തു, BR എക്കോയ്ക്കകത്താണ് കൊടുത്തേക്കുന്നത്. എക്കോ സ്റ്റേറ്റ്മെന്റിനകത്ത് $x എന്ന് കൊടുത്തേക്കുവാണ്. അതിൻ്റെ താഴെ ഒരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴെ എക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ പ്രിന്റ് ചെയ്യും? ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? എക്സ് ഈ ++x ഇവിടെ $x++ ഇട്ടിട്ടുണ്ട്. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ഇത് ആദ്യം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമായിരിക്കും എക്കോ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവുക. അപ്പോൾ ഇത് പ്രീ ഇൻക്രിമെന്റ് ആണ്. അതായത് ഇത് ഈ ഒരു ഫുൾ സ്റ്റേറ്റ്മെന്റിൽ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത് എപ്പോഴും ഈ പ്രീ ഇൻക്രിമെന്റ്, ആദ്യം ഇൻക്രിമെന്റ് ചെയ്യും, അതിന് ശേഷമേ എക്കോ കൊടുക്കുകയുള്ളൂ, എക്കോ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യുള്ളൂ. അപ്പോൾ 10ന്റെ വാല്യൂ 11 ആക്കിയിട്ട് പ്രിന്റ് ചെയ്യും. ഈ കേസിൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ 10 എക്കോ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റിന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ എക്സ് ഇൻക്രിമെന്റ് ആവുള്ളൂ. അതാണ് പോസ്റ്റ് ഇൻക്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ വരുമ്പോൾ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോൾ 10 ആയിരിക്കും. 10 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് 11 ആവും. അപ്പോൾ താഴെ വന്ന് പ്രിന്റ് ചെയ്യുമ്പോൾ 11 എന്നുള്ള വാല്യൂ കാണിക്കും. പേജ് റിസൾട്ട് കണ്ടു നോക്കാം നമുക്ക്. എന്താ ആദ്യത്തെ കേസിൽ 11 പ്രിന്റ് ചെയ്തു. കാരണം എന്താണ്? ഇത് ആദ്യം ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് പ്രീ ഇൻക്രിമെന്റ് ആണ്. അതായത് ഈ ഒരു ലൈനിൽ എഴുതിയേക്കുന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇൻക്രിമെന്റ് ചെയ്യും. അത് കഴിഞ്ഞേ ഉള്ളൂ ഈ സ്റ്റേറ്റ്മെന്റ്, അതായത് എക്കോ കൊടുക്കുകയുള്ളൂ ഈ കേസിൽ. അപ്പം ഇവിടെ വരുമ്പോഴത്തേക്കും 10 11 ആക്കി കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. അതുകൊണ്ടാണ് 11 വന്നത്. വീണ്ടും താഴെ വന്ന് വീണ്ടും എക്സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുമ്പോഴും വീണ്ടും 11 തന്നെ വന്നു. അത് കഴിഞ്ഞൊരു ഹൊറിസോണ്ടൽ റൂൾ അല്ലെങ്കിൽ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഒരു ലൈനായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ അടുത്ത കേസിൽ 10 കൊടുത്തിട്ടുണ്ട്, $x++ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്തേക്കുന്നത്? ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമേ എക്സിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ആവുള്ളൂ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എക്കോ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എക്കോ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ വാല്യൂ എത്രയാണ്? 10 ആണ്. അതിനുശേഷം താഴെ വന്ന് പ്രിന്റ് ചെയ്ത് നോക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എക്കോ കഴിഞ്ഞാൽ അപ്പം തന്നെ വാല്യൂ 11 ആക്കും. അപ്പോൾ ഇത് വരും. ഇത് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രീ ഇൻക്രിമെന്റും പോസ്റ്റ് ഇൻക്രിമെന്റും തമ്മിലുള്ള ഡിഫറൻസ്. ഇന്റർവ്യൂവിന് സാധാരണ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഫീൽഡിലൊക്കെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ പ്രിലിമിനറി എക്സ്പീരിയൻസ് ഇല്ലാതെ ഫ്രഷർ ആയിട്ട് പോകുന്ന സമയത്ത് അവർ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രീ ഇൻക്രിമെന്റും പോസ്റ്റ് ഇൻക്രിമെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അതുപോലെ തന്നെ ഇഫിനകത്തൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഇഫ് സ്റ്റേറ്റ്മെന്റിനകത്ത് ++x > 1 എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇഫിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ++x എന്നാണെങ്കിൽ ഇഫിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇൻക്രിമെന്റ് ചെയ്തിട്ടേ ചെക്ക് ചെയ്യുള്ളൂ. ഇഫ് x++ > 0 എന്നാണെങ്കിൽ എക്സിന്റെ ആദ്യം എക്സ് 0 ആയി കഴിഞ്ഞ് വലുതാണോ എന്ന് കമ്പയർ ചെയ്യും, അതിനുശേഷം എക്സ് ഇൻക്രിമെന്റ് ചെയ്യും. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇഫ് ++x > 0 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ ഒന്ന് കൂട്ടിയതിനു ശേഷം അത് 0 ആയി കഴിഞ്ഞ് വലുതാണോ എന്ന് നോക്കും. അതാണ് പ്രീ ഇൻക്രിമെന്റ്, പോസ്റ്റ് ഇൻക്രിമെന്റ്. സെയിം കേസ് ഡിക്രിമെന്റിനും ബാധകമാണ്. ഈ കേസിൽ എന്തായിരിക്കും? ആദ്യം 10ന്റെ വാല്യൂ കുറയ്ക്കും, അതിനുശേഷം പ്രിന്റ് ചെയ്യും, വീണ്ടും പ്രിന്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഈ രണ്ട് സെയിം വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. കാരണം ഇത് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചിട്ടേ പ്രിന്റ് ചെയ്യുള്ളൂ, അതിന് വീണ്ടും പ്രിന്റ് ചെയ്ത് ആ വാല്യൂ തന്നെ കാണിക്കും. പക്ഷെ ഇവിടെ എന്തായിരിക്കും? ഇവിടെ പ്രിന്റ് ചെയ്യുമ്പോൾ 10 തന്നെ പ്രിന്റ് ചെയ്യും. പ്രിന്റ് ചെയ്തതിന് ശേഷമേ വാല്യൂ കുറയ്ക്കുകയുള്ളൂ, കുറച്ചതിന് ശേഷം വീണ്ടും പ്രിന്റ് ചെയ്യും. അപ്പോഴത്തേക്ക് ഇവിടെ എന്തായിരിക്കും വാല്യൂ? 10. ഇവിടെ വരുമ്പോൾ 10 പ്രിന്റ് ചെയ്യും. 10 പ്രിന്റ് ചെയ്തതിന് ശേഷം താഴെ വരുമ്പോൾ പിന്നെ 9 പ്രിന്റ് ചെയ്യും.
ഇതാ ഇവിടെ കണ്ടില്ല, രണ്ടും 9 പ്രിന്റ് ചെയ്തു, പിന്നെ ആദ്യം 10 പ്രിന്റ് ചെയ്തു, പിന്നെ 9 പ്രിന്റ് ചെയ്തു. ഇതാണ് പ്രീ ഇൻക്രിമെന്റും പോസ്റ്റ് ഇൻക്രിമെന്റും തമ്മിലുള്ള വ്യത്യാസം. പ്രസന്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, അത് എഴുതിയേക്കുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും, ഇഫ് ആണെങ്കിലും വൈൽ പ്ലസ് പ്ലസ് ഐ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും എക്സ് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ വൈൽ എഴുതി കാണിക്കല്ല, കൺഫ്യൂഷൻ ആവും. വൈൽ ഡോളറൊന്നും ഞാൻ ഇടുന്നില്ല, ഗ്രേറ്റർ ദാൻ 0യും ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇതിനകത്ത് വൈൽ കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പം എക്സിന്റെ വാല്യൂ ഇപ്പോൾ 1 ആണെന്ന് വിചാരിക്കുക. എക്സിന്റെ വാല്യൂ 1 ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും, 1 ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് നോക്കും. അപ്പോൾ ട്രൂ ആണ്, അന്നേരം അതിനകത്ത് കയറും. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇപ്പം നമ്മളൊരു എന്താ പറയുന്നത്, ഇവിടെ വെച്ചിട്ട് എക്സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്താൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, ഇവിടെ 1 ആയിരുന്നു, 1 ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും 1ന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. അപ്പോൾ എത്രയായിരിക്കും, 2 പ്രിന്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ കേസിൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കേസിൽ എക്സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാലും സെയിം വാല്യൂ തന്നെ പ്രിന്റ് ചെയ്യും. പക്ഷെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കേസിൽ പ്രീ ഇൻക്രിമെന്റ് ആണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ 2 ആക്കിയിട്ട് 2 ഗ്രേറ്റർ ദാൻ 0 എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അതായത് എസെൻഷ്യലി പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്, 1 ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ഇവിടെ വെച്ച് ചെക്ക് ചെയ്യും. പക്ഷെ ഈ വൈൽ കണ്ടീഷനിൽ ചെക്ക് ചെയ്യുന്നത് 2 ഗ്രേറ്റർ ദാൻ 0 ആണോ എന്നായിരിക്കും ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കും സാധാരണ നിങ്ങളോട് ഇൻ്റർവ്യൂവിന് ചോദിക്കുക. ഇത് ഇങ്ങനെ ഒരു വാല്യൂ ഉണ്ട്, 0 കൊടുത്തു, വൈൽ എക്സ് പ്ലസ് പ്ലസ് ഗ്രേറ്റർ ദാൻ 0 ആണ്, എക്സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്ത വാല്യൂ ഇത് പ്രിന്റ് ചെയ്യുമോ എന്ന് ചോദിക്കും. ഇവിടെ വന്ന് എന്താ ചെയ്യുന്നത്, എക്സിന്റെ വാല്യൂ 0 ആണ്, 0 ഗ്രേറ്റർ, അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ആയിരിക്കും അവർ ഇടുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താണ്, 0 എക്സിന്റെ വാല്യൂ 0 ആണ്, 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഇത് ട്രൂ ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്, ഇവിടെ 0 ആണ്, 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുമോ എന്ന് ചോദിക്കും. ഇപ്പോൾ വീണ്ടും ഇവിടെ എക്സിന്റെ വാല്യൂ 0 ആക്കി, എക്സ് ഈസ് ഈക്വൽ ടു 0 ആക്കി. അപ്പോൾ എക്സിന്റെ വാല്യൂ ഇവിടെ വെച്ച് 0 ആക്കിയെങ്കിൽ ഈ കണ്ടീഷൻ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എക്സിന്റെ പ്രീ ഇൻക്രിമെന്റ് ആണ്, ആദ്യം ഇൻക്രിമെന്റ് ചെയ്തിട്ടേ കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ എക്സിന്റെ വാല്യൂ 1 ആക്കും. 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ഇട്ടാൽ ശരിയാവില്ല, അപ്പം ലെസർ ദാൻ ഓർ ഈക്വൽ ഇടേണ്ടി വരും. അങ്ങനെയായിരിക്കും ചോദിക്കുക, എന്നാലേ നമ്മളെ കുഴപ്പിക്കാൻ പറ്റുള്ളൂ. പ്ലസ് പ്ലസ് എക്സ് ലെസർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, പ്ലസ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 1 ആക്കും. 1 ലെസർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളത് ഫോൾസ് ആണ്, അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ തന്നെ കണ്ടീഷൻ ആക്കാം. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, കാരണം എക്സിന്റെ വാല്യൂ 0 ആണ്, 0 ലെസർ ദാൻ 0 ആണോ എന്ന് കമ്പയർ ചെയ്യും. അത് കഴിഞ്ഞ് എക്സിന്റെ വാല്യൂ കൂട്ടുള്ളൂ. അപ്പം ഇത് എക്സിക്യൂട്ട് ചെയ്യും, ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല. അതാണ് തമ്മിലുള്ള ഡിഫറൻസ്. പ്രീ ഇൻക്രിമെന്റും പോസ്റ്റ് ഇൻക്രിമെന്റും തമ്മിലുള്ള ഡിഫറൻസ്. സാധാരണ PSC പരീക്ഷയ്ക്കൊക്കെ ഔട്ട്പുട്ട് ആയിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പ്രോഗ്രാം തരും, എന്നിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് ചോദിക്കും. അതുപോലെ ഇന്റർവ്യൂവിന് എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് പ്രീ ഇൻക്രിമെന്റും പോസ്റ്റ് ഇൻക്രിമെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. ഇത്രയുണ്ട് ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ്, പ്രീ ഇൻക്രിമെന്റ്, പോസ്റ്റ് ഇൻക്രിമെന്റ്, പ്രീ ഡിക്രിമെന്റ്, പോസ്റ്റ് ഡിക്രിമെന്റ്, ഇത്രയും വരും ഇൻക്രിമെന്റ് ഡിക്രിമെന്റിനകത്ത്. അടുത്തത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്. എക്സിന്റെ വാല്യൂ 100 കൊടുത്തു, വൈയുടെ വാല്യൂ 50 കൊടുത്തു. ഇഫ് എക്സ് ഈക്വൽ ടു 100 ആൻഡ് ഇതാണ് ആദ്യത്തെ ലോജിക്കൽ ഓപ്പറേറ്റർ. ആംപർസാൻഡ് സിമ്പിൾ ഇടും, ആൻഡ് രണ്ടെണ്ണം ഇടണം, ആൻഡ് വൈ ഈക്വൽ ടു 50 ആണോ എന്ന് നോക്കും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, എക്സ് ഈക്വൽ ടു 100 ആണോ എന്നുള്ളത് എന്താണ്, ട്രൂ ആണ്.
y ഈസ് ഈക്വൽ ടു 50 എന്നുള്ളത് ട്രൂ ആണ്, കാരണം വൈയുടെ വാല്യൂ 50 ആണ്. അപ്പം ഇത് തമ്മിൽ രണ്ടും, അപ്പോൾ ഇതും ട്രൂ ആണ് ഇതും ട്രൂ ആണ്. ട്രൂ ആൻഡ് ട്രൂ എന്ന് പറഞ്ഞാൽ റിസൾട്ട് ട്രൂ ആയിരിക്കും. അപ്പം ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? എസെൻഷ്യലി ട്രൂ ആണ്. അതായത് ഇഫ് ട്രൂ എന്നായി. ഇത് ട്രൂ ആണ് ഇതും ട്രൂ ആണ്, രണ്ടും ട്രൂ ആയതുകൊണ്ട് അപ്പോൾ ഈ എക്സ് ഈക്വൽ ടു 100 എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്താണ്? ട്രൂ ആണ്. കാരണം എക്സിൻ്റെ വാല്യൂ ഓൾറെഡി ട്രൂ ഇതാണ്, 100 കൊടുത്തേക്കുവാണ്. അതുപോലെ തന്നെ y ഈക്വൽ ടു 50 എന്ന് കൊടുത്താൽ അതിൻ്റെ റിസൾട്ടും ട്രൂ ആണ്. അപ്പോൾ ട്രൂ ആൻഡ് ട്രൂ എന്ന് കൊടുത്തേക്കാണ്. ട്രൂ ആൻഡ് ട്രൂ എന്ന് പറഞ്ഞാൽ രണ്ടും ട്രൂ ആയതുകൊണ്ട് റിസൾട്ട് ട്രൂ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇഫ് ട്രൂ എന്നാണ് ഇത് എസെൻഷ്യലി ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇഫ് ട്രൂ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എഴുതിയേക്കും ഇഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ റിസൾട്ട് ഓഫ് ആൻഡ് ഓപ്പറേഷൻ ഈസ് ട്രൂ എന്ന് പ്രിന്റ് ചെയ്യും. റിസൾട്ട് ഓഫ് ആൻഡ് ഓപ്പറേഷൻ ഈസ് ട്രൂ എന്ന് പ്രിന്റ് ചെയ്യും. റിസൾട്ട് ഓഫ് ആൻഡ് ഓപ്പറേഷൻ ഈസ് ട്രൂ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് വരുമ്പോഴത്തേക്ക് ഇത് കണ്ട, ഇതിപ്പോൾ ഇതൊരു PHP കോഡിൻ്റെ ബ്ലോക്കാണ്, ഇത് അടുത്ത ബ്ലോക്കാണ്. ഇതിനിടയ്ക്ക് നമുക്ക് HTML സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വേണമെങ്കിലും കൊടുക്കാം. ഇത് വേണം ഒന്നിച്ച് തന്നെ ഇടാം. ഇത് രണ്ടും കൂടെ അങ്ങ് എടുത്ത് കളഞ്ഞാലും രണ്ട് സെയിം ആണ്. ഇങ്ങനെ ഇരുന്നാലും രണ്ട് സെയിം ആണ്. കാരണം ഇവിടം തൊട്ട് ഇവിടെ വരെ PHP കോഡാണ്. ഞാൻ രണ്ടായിട്ടൊക്കെ ഇടാം, എത്ര എണ്ണം വേണേലും ഇടാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടെന്ന് മാത്രമേ. അപ്പോൾ വീണ്ടും x ഈസ് ഈക്വൽ ടു 100, y ഈസ് ഈക്വൽ ടു 50 എന്ന് കൊടുത്തിട്ടുണ്ട്. $x ഈസ് ഈക്വൽ ടു 100 എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്താണ്? ട്രൂ ആണ്. ഇതോ $y ഈക്വൽ ടു 80 എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്താണ്? വൈയുടെ വാല്യൂ 50 ആണ്. അപ്പോൾ y ഈക്വൽ ടു 80 എന്ന് കമ്പയർ ചെയ്താൽ റിസൾട്ട് ഫോൾസ് ആയിരിക്കും. അപ്പോൾ ട്രൂ ഓർ ഫോൾസ് എന്നാണ്. ട്രൂ ഓർ ഫോൾസ്. ഓറിൻ്റെ പ്രത്യേകത എന്താ? ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആണ്, റിസൾട്ട് ട്രൂ ആയിരിക്കും. ആൻഡിൻ്റെ പ്രത്യേകത എന്താണ്? ആൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം ഫോൾസ് ആണ്, റിസൾട്ട് ഫോൾസ് ആയിരിക്കും. ഈ കേസിൽ രണ്ടും ട്രൂ ആയതുകൊണ്ട് റിസൾട്ട് ട്രൂ ആയിരുന്നു. ഓറിൻ്റെ കേസിൽ ഒരെണ്ണം ട്രൂ ആയാൽ മതി. ഇത് ട്രൂ ആയതുകൊണ്ട് റിസൾട്ട് ഓഫ് ഓർ ഓപ്പറേഷൻ ഈസ് ട്രൂ എന്ന് പ്രിന്റ് ചെയ്യും. അതുപോലെ അടുത്ത നോട്ട് ഓപ്പറേറ്റർ ചെക്ക് ചെയ്യുന്നത് 100. ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 90 എന്ന് കൊടുത്തേക്കാണ്. ഇവിടെ ഒരു ഈക്വൽ ഇട്ടാലും മതി. ഇത് നോട്ട് ഐഡന്റിക്കലാണ് ചെക്ക് ചെയ്യുന്നത്. ഈ കേസിൽ രണ്ട് ഇൻഡിജർ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇട്ടാലും മതി. ഇങ്ങനെ ഇട്ടാലും തെറ്റൊന്നുമില്ല. ഐഡന്റിക്കൽ ടൈപ്പും കൂടെ ഒന്നാണ്, അങ്ങനെ എന്താണോ എന്ന് നോക്കും. അപ്പോൾ ഈ കേസിൽ എക്സിൻ്റെ വാല്യൂ 100 ആണ്. അപ്പം രണ്ടും നോട്ട് ഈക്വൽ ആണ്. അപ്പം ദിസ് ഈസ് ഫ്രം നോട്ട് ഓപ്പറേഷൻ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണ്? ട്രൂ ആണ്. ഇതിൻ്റെ വാല്യൂ ദിസ് ഈക്വൽ അല്ല എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ എന്നുള്ളത് ട്രൂ ആണ്. അപ്പോൾ ഇഫ് ട്രൂ, അതുകൊണ്ട് ഇത് പ്രിന്റ് ചെയ്യും. അപ്പോൾ അത്രയും വാല്യൂസ് വന്നു. ദിസ് ഈസ് ഫ്രം നോട്ട് ഓപ്പറേഷൻ വരെ വന്നു. ഇനി XOR ഓപ്പറേഷൻ ഉണ്ട്. ഇവിടെ x ഈസ് ഈക്വൽ ടു 100, y ഈസ് ഈക്വൽ ടു 50 കൊടുത്തു. $x ഈക്വൽ ടു 100 എന്നുള്ളത് ട്രൂ ആണ്. $y ഈക്വൽ ടു 80 എന്നുള്ളത് എന്താണ്? ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? അതിൻ്റെ റിസൾട്ട് ഫോൾസ് ആയിരിക്കും. കാരണം ഐയുടെ വാല്യൂ 50 ആണ്. y ഈക്വൽ ടു 80 എന്നുള്ളത് ട്രൂ അല്ല, ഫോൾസ് ആണ്. അപ്പോൾ ഫോൾസ്. ട്രൂ XOR ഫോൾസ്. XOR ഓപ്പറേഷൻ എന്താണ്? രണ്ടും രണ്ട് വാല്യൂ ആണെങ്കിൽ റിസൾട്ട് 1 ആയിരിക്കും. റിസൾട്ട് ട്രൂ ആയിരിക്കും. അതായത് ഒരെണ്ണം ട്രൂ ഒരെണ്ണം ഫോൾസും ആണെങ്കിൽ റിസൾട്ട് ട്രൂ ആയിരിക്കും. രണ്ട് സെയിം ആണെങ്കിൽ, അതായത് രണ്ടും ട്രൂ ആണെങ്കിൽ റിസൾട്ട് ഫോൾസ് ആയിരിക്കും. രണ്ടും ഫോൾസ് ആണെങ്കിലും റിസൾട്ട് ഇതായിരിക്കും. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എഴുതി കാണിക്കാം. 0 ആണെങ്കിൽ റിസൾട്ട് 0 ആയിരിക്കും. 0 1 ആണെങ്കിൽ റിസൾട്ട് 1 ആയിരിക്കും. 1 0 ആണെങ്കിലും റിസൾട്ട് 1 ആയിരിക്കും. 1 ആണെങ്കിൽ റിസൾട്ട് 0 ആയിരിക്കും. ഇതാണ് XORന്റെ ഔട്ട്പുട്ട്. ഇത് രണ്ട് ഇൻപുട്ടും ഇത് ഔട്ട്പുട്ടുമാണ്. ഇത് A എന്ന് പറയുന്ന ഇൻപുട്ട്, ഇത് B എന്ന് പറയുന്ന ഇൻപുട്ട്, ഇത് റിസൾട്ട്. ഇതാണ് XORന്റെ ട്രൂത്ത് ടേബിൾ. XORന്റെ ട്രൂത്ത് ടേബിളിൽ എപ്പോഴും ഓർത്തിരിക്കുക, രണ്ട് വാല്യൂസ് ഈക്വൽ ആണെങ്കിൽ റിസൾട്ട് ഫോൾസ് ആയിരിക്കും. ഈ കേസിൽ രണ്ട് വാല്യൂ 1 ആണ്, അതുകൊണ്ട് റിസൾട്ട് ഫോൾസ് ആണ്. ഈ കേസിലും രണ്ട് വാല്യൂ 1 ആണ്, അതുകൊണ്ട് റിസൾട്ട് എന്താണെന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ആണ്, 0 ആണ്. രണ്ടും സെയിം വാല്യൂസ് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ്? റിസൾട്ട് ഫോൾസ് ആയിരിക്കും. ഈ കേസ് ഇപ്പോൾ എന്താണ്? ഇവിടെ ട്രൂവും ഇവിടെ ഫോൾസും ആണ്. അപ്പോൾ റിസൾട്ട് എന്താ? ഇതിൻ്റെ ഓവറോൾ റിസൾട്ട് ട്രൂ ആയിരിക്കും. അതായത് ഇഫ് ട്രൂയിലേക്ക് വരും. ഇഫ് ട്രൂ എന്ന് പറഞ്ഞാൽ ഇത് വാല്യൂ പ്രിന്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ റിസൾട്ട് ഓഫ് XOR ഓപ്പറേഷൻ ഈസ് ട്രൂ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ XORന് മാത്രം ഒരു ഡിഫറൻസ് ഉണ്ട്. XOR എന്നാണ് എഴുതുന്നത്, ബാക്കി എല്ലാത്തിനും സിമ്പിൾസ് ആണ് ഇടുന്നത്. ഉണ്ടല്ലേ? ഇങ്ങനെയാണ് ഇടുന്നത്.
എക്സോറിന് മാത്രം എക്സോർ എന്ന് എഴുതുക. അതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അടുത്ത സ്ട്രിങ് ഓപ്പറേറ്റർ. ഇതെടുത്ത് കളഞ്ഞേക്കാം, എറർ കാണിക്കും. അടുത്തത് സ്ട്രിങ് ഓപ്പറേഷൻ. സ്ട്രിങ് ഓപ്പറേഷൻ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എക്സ് ഒരു സ്ട്രിങ് ഇനീഷ്യലൈസ് ചെയ്തു, വൈ വേറൊരു സ്ട്രിങ് ഇനീഷ്യലൈസ് ചെയ്തു. സ്ട്രിങ് ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ കോട്ട്സിനകത്ത് വേണം. $x ഡോട്ട് അല്ല പീരിയഡ് സിമ്പിൾ എന്ന് പറയുന്നത് രണ്ടും തമ്മിൽ കോൺകാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ എക്സ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യും. ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യും. ഇവിടെ ഈ വേൾഡിനിടയ്ക്ക് സ്പേസ് ഇട്ടേക്കുന്നതുകൊണ്ട് അവിടെ ഒരു സ്പേസ് കാണും. ഇവിടെ ഈ സ്പേസ് കൊടുത്തിട്ടില്ല എങ്കിൽ റിസൾട്ട് കാണിക്കാം. ഹലോ വേൾഡ് എന്ന് ഒന്നിച്ച് പ്രിന്റ് ചെയ്തു. ഇവിടെ സ്പേസ് ആദ്യത്തെ എക്കോ സ്റ്റേറ്റ്മെന്റ് കാര്യമാണ് പറയുന്നത്. ഹലോ അതിനിടയ്ക്ക് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ സ്പേസ് കൊടുക്കാം നമുക്ക്. അപ്പോൾ സ്പേസ് വന്നു. ഈ രണ്ട് സ്ട്രിങ് തമ്മിൽ കോൺകാഗ്നേറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. അതിനിടയ്ക്ക് സ്പേസോ കോമയോ അങ്ങനെ ഒന്നും കൊടുക്കില്ല. എന്തെങ്കിലും വേണമെങ്കിൽ അത് നമ്മൾ ഇടണം. അതാണെങ്കിൽ നമുക്കൊരു കോമായിട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ അങ്ങനെ വരും. അപ്പോൾ ഹലോ വേൾഡ് എന്നുള്ളതുകൊണ്ട് ഇനി ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റും കൂടെ കൊടുത്തു. ആ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതിയേക്കുന്നത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് എക്സിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. എക്സിൻ്റെ വാല്യൂ ഇപ്പോഴും ഹലോ തന്നെയാണ്. ഇത് തമ്മിൽ അപ്പൻഡ് ചെയ്ത് ഔട്ട്പുട്ട് ചെയ്ത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എക്സിൻ്റെ വാല്യൂയിലും വൈൻ്റെ വാല്യൂയിലും വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഇനിയുള്ളത് വീണ്ടും ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പൻഡ് ചെയ്ത് അസൈൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പറേറ്റർ കൊടുത്തിട്ടുണ്ട്. $x ഡോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ $x ഡോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് എസെൻഷ്യലി പറഞ്ഞാൽ $x ഡോട്ട് ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് ഹാൻഡ് ഫോമാണ്. ഇത് ഇങ്ങനെ എഴുതിയാലും $x ഡോട്ട് ഈക്വൽ $y എന്ന് എഴുതിയാലും രണ്ടും സെയിം തന്നെയാണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്ററാണ്. നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സിലൊക്കെ പഠിച്ച പോലെ തന്നെ അങ്ങനത്തെ ഒരു ഓപ്പറേഷനാണ് ഈ ചെയ്തേക്കുന്നത്. അപ്പം ഇത് തമ്മിൽ കോൺകാഗ്നേറ്റ് ചെയ്ത് വാല്യൂ എക്സിലേക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് എക്സ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഹലോ വേൾഡ് എന്നായിരിക്കും മൂന്നാമത് പ്രിൻറ്റ് ചെയ്യുക. ഇപ്പോൾ രണ്ടാമത് വന്നപ്പോൾ എക്സ് മാത്രം പ്രിൻറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് ഇപ്പോൾ എറർ വന്നിട്ടുണ്ട്. അതാണ് പേജ് കാണാൻ പറ്റാത്തത്. സെമിക്കോളൻ ഇടാൻ വിട്ടുപോയേക്കുന്നതുകൊണ്ടാണ് അവിടെ എറർ വന്നത്. അപ്പോൾ പേജ് ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ പേജ് ഹലോ വേൾഡ് എന്നുള്ളത് ഒന്നിച്ച് കാണാൻ പറ്റും. അപ്പോൾ അത്രയാണ് ഓപ്പറേറ്റേഴ്സ് ഉള്ളത്. ഇത്രയും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.